ഓം സദ്ധർമ്മ സന്ദേശം ഭാഗം 2. സനാതന ഹിന്ദു ധർമ്മത്തിൻ്റെ സവിശേഷതകളാണല്ലോ കഴിഞ്ഞ സത്സംഗം മുതൽ നമ്മൾ മനനം ചെയ്തു വരുന്നത്. സത്യജിജ്ഞാസുക്കളായ ആത്മഭാവങ്ങളെ എന്ന് അതിൻ്റെ രണ്ടാമത്തെ വിശേഷത നോക്കാം. ഹിന്ദു സനാതനധർമ്മം ജ്ഞാനവാദിയാണ്, അന്ധവിശ്വാസവാദിയല്ല. ഹിന്ദുധർമ്മം വൈജ്ഞാനികമാണ്, ധ്യാനത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടുന്നു. പതഞ്ജലി മഹർഷിയുടെ യോഗദർശനം ഒരു മഹാജ്ഞാനഭണ്ഡാരമാണ്, അതിലെ സമ്പത്തിയാണ്. ധ്യാനനിരതനായ ഒരു യോഗി പുറമെ മറ്റ് ഒന്നും തന്നെ കേൾക്കുന്നില്ല, കാണുന്നില്ല. ചഞ്ചല മനസ്സുള്ളവർക്ക് ഏകാഗ്രത കിട്ടുന്നില്ല. മനുഷ്യൻ ഈശ്വര സ്വരൂപനാണ്. തന്നിലിരിക്കുന്ന ഈശ്വരീയതയെ ഉണർത്തുന്നതാണ് യോഗ ശാസ്ത്രം. ഹിന്ദുധർമ്മം മനസ്സിലാക്കുന്നതിന് സൂക്ഷ്മദർശിയായ മസ്തിഷ്കം ഉണ്ടായിരിക്കണം. മന്ദബുദ്ധിയുള്ളവർക്ക് മനോനിയന്ത്രണം സാധ്യമല്ല. ഹിന്ദുധർമ്മം അഖില ലോകത്തും ശാന്തി ആഗ്രഹിക്കുന്നു. മറ്റ് രാഷ്ട്രങ്ങളും ജനതയും അത് ക്രമേണ മനസ്സിലാക്കി വരുന്നതേയുള്ളൂ. മനുഷ്യജീവിതം എപ്പോഴാണ് സാർത്ഥകമാകുന്നത്? പരമാത്മാവിനെക്കുറിച്ചുള്ള ബോധോദയം ഉണ്ടാകുമ്പോൾ. എല്ലാ മഹാപുരുഷന്മാരുടെയും അഭിമതവും ഇതാണ്. ഈശ്വരപ്രാപ്തിയാണ് ജീവിത ലക്ഷ്യം. മാനവസേവയാണ് മാധവസേവ. ഈശ്വര സാക്ഷാത്കാരം സനാതനധർമ്മത്തിൽ മാത്രമാണുള്ളത്. പതഞ്ജലി മഹർഷി യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്നീ അഷ്ടാംഗയോഗം മാനവവർഗത്തിന് നൽകിയത് മഹത്തായ ഉപകാരമാണ്. ഈ ഒരൊറ്റ ഗുണം അഥവാ സവിശേഷത മാത്രം മതിയാവും സനാതന ഹിന്ദുധർമ്മത്തിലെ സാർവലൗകികത ഉറപ്പിക്കാൻ. സനാതന ഹിന്ദുധർമ്മം സമ്പൂർണ്ണ ഗുണങ്ങളുടെയും സമാഹാരമാണ്. 3. ഹിന്ദുധർമ്മം വികാസവാദിയാണ്, സമ്പ്രദായവാദിയല്ല. ഹിന്ദുധർമ്മത്തിൻ്റെ ഉദാരതയും വിശാലതയും മറ്റെങ്ങും കാണുന്നില്ല. ഈശ്വരനെ അംഗീകരിക്കാത്തവരും ഹിന്ദുക്കളാണ്. മറ്റുള്ളവർക്ക് ഇതൊരു തമാശ പോലെ തോന്നും. മൂർത്തിപൂജ നടത്തുന്നവരും ഹിന്ദുക്കളാണ്. മൂർത്തിപൂജ നടത്താത്തവരും ഹിന്ദുക്കളാണ്. ആലിനെ പൂജിക്കുന്നവർ ഹിന്ദുക്കളാണ്. ആലിനെ പൂജിക്കാത്തവരും ഹിന്ദുക്കളാണ്. ആന, തുമ്പിക്കൈയുള്ള ഗണപതിയെ പൂജിക്കുന്നവരും ഹിന്ദുക്കളാണ്. എല്ലാത്തിനെയും ഉൾക്കൊള്ളാനുള്ള വഴക്കം ഹിന്ദുധർമ്മത്തിനുണ്ട്, ആ കോമളത. ഇത് ഹിന്ദുധർമ്മത്തിൻ്റെ ഉത്കൃഷ്ടമായ ഗുണവിശേഷമാണ്. ഹിന്ദുധർമ്മം സാമ്പ്രദായികമല്ല, കെട്ടപ്പെട്ടതല്ല. ഹിന്ദു സനാതനധർമ്മം സത്യാന്വേഷണം നടത്തുന്നു, ജ്ഞാനം വർദ്ധിപ്പിക്കുന്നു, ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തുന്നത് വരെ വികസിക്കുന്നു. ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള ക്രാന്തികാരികളായ മഹാപുരുഷന്മാരും സമൂഹ സമുദ്ധാരകരും ആചാര്യന്മാരും
ഗുരുക്കന്മാരും മഹാപുരുഷന്മാരും മഹാത്മാക്കളും മറ്റും നടത്തിയിട്ടുള്ള മാതൃകാ പരിശ്രമ ഫലമാണ് ഉത്തമമായ മാനവീയ മഹാധർമ്മം. ലോകമേ തറവാട് എന്നുള്ള ഭാവന, ഏകലോക ഭാവന. ഹിന്ദുധർമ്മം ലക്ഷോപലക്ഷം വർഷങ്ങളുടെ അനുഭവ പരിണാമമാണ്. ഇത് ഏതേലും ഒരു വ്യക്തി വിശേഷത്തിൽ മാത്രം അവലംബിതമല്ല. ഹിന്ദുധർമ്മത്തിൻ്റെ ഉദാരതയും വിശാലതയും മറ്റെങ്ങും കാണുന്നില്ല. ഇതിൽ നിരന്തരമായ തത്വജ്ഞാനാന്വേഷണമുണ്ട്. ഈശ്വരൻ്റെ അത്ഭുതകരമായ പ്രകാശമുണ്ട്. ഇത് ജ്ഞാനമാർഗമാണ്. ഇത് എവിടെയും തടയപ്പെടുന്നില്ല. ആത്മജ്ഞാനം നിരന്തര പ്രവാഹമാണ്. സത്യജിജ്ഞാസുക്കൾക്ക് അത് മനസ്സിലാകും. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന ഗുരുദേവ വചനം ഓർക്കുക. വിചാരചരിതാനാത്തു വസുധൈവ കുടുംബകം. ഇതാണല്ലോ ആർഷമായ സങ്കല്പം, ഭാവന. ഈ ഏകലോക ഭാവനയാണ് സനാതന ഹിന്ദുധർമ്മം. അനാദിയായ സത്യമാണ് ഹിന്ദുധർമ്മം. വിഭിന്നതയിൽ ഏകത ഉറപ്പിക്കുന്നതാണ് ഹിന്ദുധർമ്മം. വിഭിന്ന വിചാരധാരകളിൽ ഏകമായ സൗന്ദര്യം ദൃഷ്ടിഗോചരമാക്കുന്നതാണ് സനാതനധർമ്മം. ഒരേ നിറമുള്ള പൂച്ചെടി കൊണ്ടുള്ള ഉദ്യാനം അത്ര ആകർഷകമല്ലല്ലോ. വിഭിന്ന നിറങ്ങളോടുകൂടി ചെടികളും ലതകളും പൂക്കളും പൂമടങ്ങളും ഉള്ള പൂന്തോട്ടം മതിമോഹനമാണ്. ഇന്ദ്രധനുഷ് പോലെ ആകർഷകമാണ്. അതാണ് സനാതനധർമ്മത്തിൻ്റെ സുന്ദരതയും സുകുമാരതയും. അതായത് ഹിന്ദുധർമ്മം വിഭിന്നതയിൽ ഏകത സ്ഥാപിക്കുന്നു. ചിന്തകൾ വിഭിന്നങ്ങളാകട്ടെ, വ്യത്യസ്തങ്ങളാകട്ടെ, അതിൽ ഉണ്മയുണ്ടോ എന്ന് മാത്രം ഓർത്താൽ മതിയാവും. അങ്ങനെ ഭിന്ന ഭിന്നമായ ചിന്തകളുടെ സൗന്ദര്യം വൈവിധ്യത്തിലൂടെ വളർത്തുക. നിലനിൽപ്പിന് സമരസത വേണം. വിരോധി വിചാരങ്ങളെല്ലാം നമ്മൾ സ്നേഹപൂർവ്വം ശ്രവിക്കുന്നു. ഉദാഹരണം, ഭാരതീയ സനാതനധർമ്മത്തിലെ ഷഡ്ദർശനങ്ങൾ: കപിലൻ, കണാദൻ, ഗൗതമൻ, ജൈമിനി, പതഞ്ജലി, ബാദരായണ എന്നീ ശീർഷസ്ഥരായ ചിന്തകന്മാർ, ദാർശനികന്മാർ ദർശിച്ച പരമമായ സത്യം വിവിധ മാർഗങ്ങളിലൂടെ ഏകതയിലാണ് എത്തിച്ചേരുന്നത്. തൻ്റെ മസ്തിഷ്കത്തെ ജ്ഞാനത്തിന് വേണ്ടി സദാപി തുറന്നു വയ്ക്കണമെന്ന് ഹിന്ദുധർമ്മം പഠിപ്പിക്കുന്നു. സകല മതസാരവും ഏകമാം എന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരു സൗമ്യശാന്തമായി മൊഴിഞ്ഞത് സദാപി സ്മരണീയമാണ്. തൻ്റെ ഉള്ളിൽ ജ്ഞാനത്തിൽ പ്രകാശം പരക്കട്ടെ, ഒളി വിതറട്ടെ. ഇതാണ് ഹിന്ദുധർമ്മം. ഈശ്വരൻ്റെ അനന്തമായ ജ്ഞാനം ഒരു ഗ്രന്ഥത്തിൽ ഒതുക്കി നിർത്താൻ സനാതനികൾ ആഗ്രഹിക്കുകയില്ല. അറിവ് അങ്ങനെ ഒന്നിൽ ഒതുങ്ങുന്നതല്ലല്ലോ. സനാതന ഹിന്ദു ചിന്തകൻ്റെ അന്ധകരണം സദാപി പവിത്രമാണ്. ഹിന്ദുധർമ്മത്തിൻ്റെ ഈ സവിശേഷത നല്ലതുപോലെ മനസ്സിലാക്കി വയ്ക്കുക, ഉറപ്പിക്കുക, ദുശ്ചിന്തകൾ വെടിയുക. ഒരു സത്സ്വഭാവിയായ വിദ്യാർത്ഥിയെപ്പോലെ വിനയാന്വിതനായി ജ്ഞാനം സംഭരിച്ചുകൊണ്ടേയിരിക്കുക. സ്വസ്ത്യസ്തു, ശുഭമസ്തു.